ഒപ്പം ചേരുന്നു ദില്ലിയിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് ജോയ്സ് ഡാനിയേൽ. നിയമവിരുദ്ധ ഓൺലൈൻ ഗെയിമുകൾ അത് നിരോധിച്ചവയടക്കമുണ്ട്. ഇപ്പോൾ കൂടുതലായി സജീവമായി വരുന്ന അക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ഗെയിമുകൾ ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. ആ ആക്ഷനിലേക്ക് കടക്കുകയാണോ കേന്ദ്രം? സുജയ, ഗുഡ് ഈവനിങ്. അത് അങ്ങനെ തന്നെയാണ്. ഒരു പടി കൂടി കടന്നുകൊണ്ട് ഈ രാജ്യത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിരുന്ന 357 ഓഫ്ഷോർ ഗെയിമിംഗ് വെബ്സൈറ്റുകളാണ് ഇപ്പോൾ കേന്ദ്രം റദ്ദാക്കിയിരിക്കുന്നത്. ഒപ്പം 2400 ബാങ്ക് അക്കൗണ്ടുകളും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം റദ്ദാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ നികുതി വെട്ടിപ്പ് തടയുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നതെങ്കിൽ പോലും കർശന നടപടി ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കുട്ടികളടക്കം ഈ അക്രമവാസന ഉണ്ടാകുന്ന ഗെയിമുകൾ കളിക്കുന്നു. പ്രത്യേകിച്ചും അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആപ്പ് വഴിയോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം വഴിയോ അല്ല, പകരം ഈ ഓഫ്ഷോർ ഗെയിമിംഗ് സൈറ്റുകൾ വഴിയാണ്. ഇതൊരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് ധനമന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് പരസ്യം നൽകുന്ന സെലിബ്രിറ്റികൾ, ക്രിക്കറ്റ് താരങ്ങൾ, ഇൻഫ്ലുവൻസേഴ്സ് അവർക്കെതിരെയും നടപടി ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ കേന്ദ്രം നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു ഗെയിമിംഗ് വെബ്സൈറ്റുകളിലേക്ക് വലിയ രീതിയിൽ ആകർഷിക്കുന്നത് ഇൻഫ്ലുവൻസേഴ്സ് അവർ ചെയ്യുന്ന വീഡിയോയിൽ കൂടിയാണ്. അവർ വലിയ ലാഭം കിട്ടും എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ആകൃഷ്ടരായ ആളുകളാണ് ഈ ഒരു സൈറ്റുകളിലേക്ക് വരുന്നത്. പിന്നീട് ഇതൊരു വലിയ തട്ടിപ്പാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ കയ്യിലെ പണം മുഴുവൻ അത് ഈ വെബ്സൈറ്റുകളുടെ പിന്നിലിരിക്കുന്ന ആളുകൾ അടിച്ചും കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പായി ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കൃത്യമായി ഇക്കാര്യത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഓഫ്ഷോർ ഗെയിമിങ്ങുമായി ബന്ധപ്പെട്ട സൈറ്റുകളിൽ കയറരുത് എന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഇതിൽ GST രജിസ്റ്റർ ചെയ്യാത്തതും അത്തരത്തിൽ അങ്ങനെ GSTയുമായി ബന്ധപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്ന 700 ഓഫ്ഷോർ ഗെയിമിംഗ് സൈറ്റുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം ഇപ്പോൾ കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഈ ഒരു സൈറ്റുകളും പൂട്ടിക്കും എന്ന് തന്നെയാണ് ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകുന്നു. അതിനൊപ്പം തന്നെ 166 മ്യൂൾ അക്കൗണ്ടുകൾ, അതായത് ഇന്ത്യയിൽ ലഭിക്കുന്ന പണം, ഇന്ത്യയിലെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പണം അത് മറ്റു രാജ്യങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി ഫേക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 166 മ്യൂൾ അക്കൗണ്ടുകൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരിക്കുകയാണ്. ഇതിലൂടെ 126 കോടി രൂപ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുക എന്നാണ് ഇപ്പോൾ ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ രാജ്യത്തിന് പുറത്തു നിന്ന് ഇത്തരത്തിലുള്ള ഗെയിമിംഗ് സൈറ്റുകൾ മാനേജ് ചെയ്യുന്ന രീതികൾ തുടരുന്നുണ്ട്. അതിനെതിരെയും കർശന നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, ജോയ്സ് ഡാനിയലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനിയും ഇത്തരം നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. കുട്ടികൾക്കും യുവാക്കൾക്കും ഇടയിൽ ഉയർന്നു വരുന്ന വലിയ വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഓൺലൈൻ ഗെയിമുകളോടുള്ള ആസക്തി. ഒരു വീട്ടിൽ ഒരാളെങ്കിലും അഡിക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് നിലവിലത്തെ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓൺലൈൻ ഗെയിമുകളിലൂടെ പണം നഷ്ടമായ നിരവധി ചെറുപ്പക്കാരാണ് കടബാധ്യത മൂലം ആത്മഹത്യ ചെയ്തത്. റമ്മി കളിക്കൂ, നേടൂ എന്നൊക്കെ കണ്ട് തലവെച്ച് കൊടുക്കുന്നവരെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. കുടുംബങ്ങളിലെ കൂട്ട ആത്മഹത്യയ്ക്ക് വരെ ഓൺലൈൻ ഗെയിമുകൾ കാരണമായിട്ടുണ്ട്. ഓൺലൈൻ ഗെയിമിലൂടെയുണ്ടായ 96 ലക്ഷം രൂപയുടെ കടബാധ്യത തീർക്കാനായി ഇൻഷുറൻസ് പണം തട്ടാൻ യുവാവ് അമ്മയെ കൊലപ്പെടുത്തിയെന്ന വാർത്ത പുറത്തു വന്നിട്ട് അധിക നാളായില്ല. ഓൺലൈൻ ഗെയിമിന് അടിമയായ മകൻ വരുത്തിവെച്ച സാമ്പത്തിക ബാധ്യത കാരണം സ്വന്തം കിടപ്പാടം പോലും വിറ്റ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്ന അധ്യാപകന്റെ കണ്ണീരും ഇതുവരെ തോർന്നിട്ടില്ല. കടുത്ത കടബാധ്യത മൂലം ആത്മഹത്യയിൽ അഭയം തേടിയ എത്രയോ ചെറുപ്പക്കാർ. മദ്യവും മയക്കുമരുന്നും പോലുള്ള ലഹരിയേക്കാൾ അപകടമാണ് പല ഓൺലൈൻ ഗെയിമുകളും. ഭ്രാന്തമായ ആവേശമാണ് ഇത്തരം കളികളോട് പലരും കാണിക്കുന്നത്. കുട്ടികളും ചെറുപ്പക്കാരുമാണ് കൂടുതലും ഇരകൾ. ഓൺലൈൻ ഗെയിമുകൾക്ക് അടിമകളാകുന്നതോടെ അവരുടെ ലോകം അവിടേക്ക് മാത്രമായി ചുരുങ്ങും. പഠനം ഉപേക്ഷിച്ച് വീട്ടിലെ ഒറ്റമുറിയിൽ ഇരുപ്പുറപ്പിക്കും. ഗെയിം കളിക്കുന്നത് വിലക്കിയാൽ വീട് വിട്ട് ഇറങ്ങിപ്പോകുകയും ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും. വല്ലാത്ത സ്വാധീനമാണ് ഇത്തരം ഗെയിമുകൾ നമ്മുടെ ചെറുപ്പക്കാരിൽ ചെലുത്തുന്നത്. സ്വന്തം അച്ഛനെ കൊല്ലാൻ അവർ കടാരയെടുക്കുന്നു. ഗെയിം കളിക്കാൻ വേണ്ടി രക്ഷിതാക്കളുടെ അക്കൗണ്ടിൽ നിന്ന് അവരറിയാതെ പണമെടുക്കുന്നു. ഗെയിമിലെ ടാസ്ക് കൈവരിക്കാൻ വിദൂര നഗരങ്ങളിലേക്ക് രാത്രി ബൈക്ക് റൈഡിന് പോകുന്നു. തുടർച്ചയായി നഷ്ടം സംഭവിച്ചാലും കടം വാങ്ങി പിന്നെയും കളി തുടരുന്നു. ഓൺലൈൻ ഗെയിമിലെ അടിമകളായ മക്കളെ തിരികെ പിടിക്കാൻ പാതിരാത്രി വരെ ഉറക്കമൊഴിച്ചിരിക്കുന്ന എത്രയോ മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.